കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ സയൻസ് ഭാഗത്ത് പാഠം 2 ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 2 വ്യാധികൾ പടരാതിരിക്കാൻ. അതിലാദ്യം എന്താണ് മഹാമാരികൾ? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. എന്താണ് മഹാമാരികൾ? പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. മഹാമാരിക്ക് ഉദാഹരണങ്ങളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, കോവിഡ്-19. ദെൻ രോഗകാരികൾ. രോഗങ്ങൾക്ക് കാരണമാകുന്ന ജീവിവർഗങ്ങളെയാണ് രോഗകാരികൾ എന്ന് പറയുന്നത്. പ്രധാന രോഗകാരികൾ ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ. പ്രധാന രോഗകാരികൾ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ. ദെൻ ഈ രോഗകാരികൾ കാരണമാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയ കാരണമാകുന്ന രോഗങ്ങളാണ് കോളറ, കുഷ്ഠം, ക്ഷയം, വില്ലൻ ചുമ, ടെറ്റനസ്, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ. പാഠപുസ്തകത്തിൽ നിന്നും ടീച്ചേഴ്സ് ടെസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ള രോഗങ്ങളാണ്. ബാക്ടീരിയ കാരണമാകുന്ന രോഗങ്ങളാണ് കോളറ, കുഷ്ഠം, ക്ഷയം, വില്ലൻ ചുമ, ടെറ്റനസ്, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ. ദെൻ വൈറസ് കാരണമാകുന്ന രോഗങ്ങളാണ് കോവിഡ്-19, പോളിയോമൈലൈറ്റിസ്, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തം, പക്ഷിപ്പനി, 5ാം പനി, മീസിൽസ്, പേവിഷബാധ, എയ്ഡ്സ്. ഇവയെല്ലാം വൈറസ് മുഖേന ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ദെൻ ഫംഗസ് കാരണമാകുന്ന രോഗങ്ങളാണ് വട്ടച്ചൊറി, കാൻഡിയാസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ആസ്പെർജിലോസിസ് ഒരു ശ്വാസകോശ രോഗമാണ്. ഫംഗസ് കാരണമാകുന്ന രോഗങ്ങളാണ് വട്ടച്ചൊറി, കാൻഡിയാസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ് ആൻഡ് ആസ്പെർജിലോസിസ്. ഫംഗസുകൾക്ക് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫംഗസുകൾ? അതായത് റൊട്ടിയിൽ കാണുന്ന പൂപ്പലുകൾ എന്താണ്? ഫംഗസുകളാണ്. അതുപോലെ കരിമ്പന് ഫംഗസുകളാണ്. കൂണ്, കാൻഡിഡ് ഇതൊക്കെ ഓരോ ഫംഗസ് ഇനങ്ങളാണ്. ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ ഫംഗസ് ഇനങ്ങളാണ്. റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂണ്, കാൻഡിഡ്, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ. ദെൻ രോഗാണുവാഹകർ. ഓരോ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നവരാണ് രോഗാണുവാഹകർ. രോഗത്തെ വഹിച്ചു കൊണ്ടുവരുന്നവർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. രോഗാണുവാഹകർക്ക് ഉദാഹരണമാണ് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല്. ദെൻ ഈ രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധം. 2 വിധത്തിലാണ് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. 1 രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, 2 രോഗാണുവാഹകരിൽ നിന്ന്. 1 രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, 2 രോഗാണുവാഹകരിൽ നിന്ന്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ അതായത് വാഹകരില്ലാതെ നേരിട്ട് വരുന്നത് മണ്ണിലൂടെ, വായുവിലൂടെ, നമ്മൾ കഴിക്കുന്ന ജലം, ഭക്ഷണം ഇതിലൂടെയൊക്കെ വരുന്ന അസുഖങ്ങളാണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ വരുന്ന അസുഖങ്ങൾ. മണ്ണിലൂടെ പരക്കുന്ന അസുഖങ്ങളാണ് വിരശല്യം, ടെറ്റനസ്. ദെൻ വായുവിലൂടെ നമുക്കുണ്ടാവുന്ന നമ്മളിലേക്ക് എത്തുന്ന അസുഖങ്ങളാണ് ക്ഷയം, മീസിൽസ്, ചിക്കൻ പോക്സ്, കോവിഡ്-19 ആൻഡ് ഇൻഫ്ലുവൻസ. ക്ഷയം, മീസിൽസ്, ചിക്കൻ പോക്സ്, കോവിഡ്-19 ആൻഡ് ഇൻഫ്ലുവൻസ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ജലം, ഭക്ഷണം വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അസുഖങ്ങളാണ് ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ. ജലം, ഭക്ഷണം വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതാണ് ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ. ദെൻ രോഗാണുവാഹകരിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഒരു രോഗാണുവാഹകൻ വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അസുഖങ്ങളാണ്. അതിന് വാഹകർക്ക് ഉദാഹരണമാണ് കൊതുക്, ഈച്ച, മറ്റുള്ളവ. കൊതുക് മുഖേന നമുക്ക് എത്തുന്ന അസുഖങ്ങളാണ് ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, സിക പനി, മഞ്ഞപ്പനി, മലേറിയ. കൊതുക് മുഖേന ഉണ്ടാകുന്നതാണ് ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, സിക, മഞ്ഞപ്പനി, മലേറിയ.
ഈച്ച പരത്തുന്ന അസുഖങ്ങളാണ് ടൈഫോയിഡ്, ഡിസെൻറ്ററി, കോളറ. ഈച്ച പരത്തുന്ന അസുഖങ്ങളാണ് ടൈഫോയിഡ്, ഡിസെൻറ്ററി, കോളറ. ദെൻ മനുഷ്യർ തമ്മിലുള്ള സമ്പർക്കം വഴി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ്. മനുഷ്യ സമ്പർക്കത്തിലൂടെ പരക്കുന്ന അസുഖങ്ങളാണ് കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ്. ദെൻ പക്ഷികൾ വഴി ഉണ്ടാകുന്നതാണ് പക്ഷിപ്പനി, ഓർണിത്തോസിസ്, ഇസ്റ്റോപ്ലാസ്മോസിസ്. പക്ഷിപ്പനി, ഓർണിത്തോസിസ്, ഇസ്റ്റോപ്ലാസ്മോസിസ് ഒക്കെ പക്ഷികളാണ് പരത്തുന്നത്. ദെൻ എലി പരത്തുന്ന രോഗങ്ങളാണ് പ്ലാഗ്, ലെപ്റ്റോസ്പൈറോസിസ് ആൻഡ് ടൈഫസ്. എലി പരത്തുന്ന രോഗങ്ങളാണ് പ്ലാഗ്, ലെപ്റ്റോസ്പൈറോസിസ് ആൻഡ് ടൈഫസ്. ദെൻ കുറച്ച് സസ്യരോഗങ്ങൾ തന്നിട്ടുണ്ട്. സസ്യവർഗവും അതിനു വരുന്ന രോഗങ്ങളുമാണ് തന്നിട്ടുള്ളത്. നെല്ലിൻ്റെ അസുഖമാണ് നെല്ല് തവിട് ഇലപ്പുളി. നെല്ല് തവിട് ഇലപ്പുളി. പയറിന് മൊസൈക്ക് രോഗം, തെങ്ങിന് കൂമ്പ് ചീയൽ രോഗം, വാഴയ്ക്ക് കുറുനാമ്പ് രോഗം, തക്കാളിക്ക് വാട്ടരോഗം. ഓരോ സസ്യങ്ങളാണ്. നെല്ലിന് തവിട് ഇലപ്പുളി, പയറിന് മൊസൈക്ക് രോഗം, തെങ്ങിന് കൂമ്പ് ചീയൽ രോഗം, വാഴയ്ക്ക് കുറുനാമ്പ് രോഗം, തക്കാളിക്ക് വാട്ടരോഗം. ദെൻ പ്രധാന വാക്സിനുകൾ, കുട്ടികൾക്ക് നൽകുന്ന പ്രധാന വാക്സിനുകളും അതിൻ്റെ ഫുൾ ഫോമുമാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ BCG, ബാസിലസ് കാൽമെറ്റ് ഗൊറിൻ. ക്ഷയത്തിനെതിരെയുള്ള വാക്സിനാണ് BCG, ബാസിലസ് കാൽമെറ്റ് ഗൊറിൻ. OPV, ഓറൽ പോളിയോ വാക്സിൻ. പോളിയോക്കെതിരെയാണ് OPV, ഓറൽ പോളിയോ വാക്സിൻ. ഹെപ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസിനെതിരെയാണ് ഹെപ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി. FIPV, ഇതും പോളിയോ വാക്സിനാണ്. ഫ്രാക്ഷണൽ ഡോസ് പോളിയോ വാക്സിൻ. FIPV, ഫ്രാക്ഷണൽ ഡോസ് പോളിയോ വാക്സിൻ. RVV, റോട്ട വൈറസ് വാക്സിൻ. ഇത് വയറിളക്കം, ഛർദിക്കൊക്കെതിരെയാണ് RVV, റോട്ട വൈറസ് വാക്സിൻ. PCV, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് ഇവയ്ക്കെതിരെയുള്ളതാണ് PCV. ദെൻ MR, മീസിൽസ് റുബെല്ല വാക്സിൻ. ഇതൊക്കെ പേരിൽ തന്നെ ആയിട്ട് ഫുൾ ഫോമിൽ തന്നെ ഉണ്ട് രോഗങ്ങൾ. MR, മീസിൽസ് റുബെല്ല വാക്സിൻ. OPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ. OPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ. TD, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. TD, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇനി ദെൻ വാക്സിനേഷൻ ചാർട്ട്. ഓരോ കുട്ടികളുടെ ഓരോ പ്രായത്തിലും നൽകേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? കുട്ടിയുടെ ജനന സമയത്ത് നൽകുന്നതാണ് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. കുട്ടിയുടെ ജനനസമയത്ത് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. കുട്ടിക്ക് 6 ആഴ്ചയാകുമ്പോൾ OPV 1, RVV 1, പെൻഡാവലൻ്റ് 1, FIPV 1, PCV 1 കൊടുക്കും. ദെൻ കുട്ടിക്ക് 10 ആഴ്ചയാകുമ്പോൾ OPV 2, RVV 2, പെൻഡാവലൻ്റ് 2 കൊടുക്കുന്നു. 14 ആഴ്ചയാകുമ്പോൾ OPV 3, RVV 3, പെൻഡാവലൻ്റ് 3, FIPV 2, PCV 2 നൽകുന്നു. കുട്ടിക്ക് 9 മാസമാവുമ്പോൾ MR 1, PCV ബൂസ്റ്റർ, വൈറ്റമിൻ A and FIPV 3 കൊടുക്കും. 16 തൊട്ട് 24 മാസം, അതായത് 1.5 വയസ്സിൽ 16 മുതൽ 24 മാസം വരെ കൊടുക്കുന്നതാണ് MR 2, OPV ബൂസ്റ്റർ ആൻഡ് DPT ബൂസ്റ്റർ. ദെൻ കുട്ടിക്ക് 5 മുതൽ 6 വയസ്സിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നതാണ് DPT ബൂസ്റ്റർ 2. 10 വയസ്സാകുമ്പോൾ DT1ഉം TD1ഉം 16 വയസ്സാകുമ്പോൾ TD2ഉം കൊടുക്കുന്നു. ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ക്ലാസ് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. തുടർന്നുള്ള പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.